ഹായ്, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ശൈലികളും പഴഞ്ചൊല്ലുകളും എന്ന പാഠഭാഗത്തു നിന്നും ശൈലികളും അവയുടെ മുൻവർഷ ചോദ്യങ്ങളും നോക്കിയിരുന്നു. അതിന്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ചെന്ന് കാണുക. ഇന്ന് നമുക്ക് പഴഞ്ചൊല്ലുകൾ നോക്കാം. ആദ്യത്തേത് അഹങ്കരിച്ചാൽ മുഖം കറുക്കും. അഹങ്കരിച്ചാൽ മുഖം കറുക്കും എന്ന പഴഞ്ചൊല്ല് കൊണ്ട് അർത്ഥമാക്കുന്നത് അഹങ്കാരിക്ക് ആപത്തുണ്ടാകും എന്നാണ്. അഹങ്കരിച്ചാൽ മുഖം കറുക്കും എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം അഹങ്കാരിക്ക് ആപത്തുണ്ടാകും എന്നാണ്. അടുത്ത നോക്കാം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടോ. പുറത്തെ തോൽവി വീട്ടിൽ വന്ന് തീർക്കുക. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടോ. പുറത്തെ തോൽവി വീട്ടിൽ വന്ന് തീർക്കുക. അടുത്തത് അന്നവിചാരം മുന്നവിചാരം. ആഹാരത്തിന്റെ കാര്യമാണ് ആദ്യം, അത് കഴിഞ്ഞിട്ടേ മറ്റെന്തിനും സ്ഥാനമുള്ളൂ. അന്നവിചാരം മുന്നവിചാരം. അടുത്തത് അഴകിയവനെ അച്ഛനെന്ന് വിളിക്കുക. പണവും പ്രതാപവും ഉള്ളവരെ ബന്ധുവാണെന്ന് പറയുക. അഴകിയവനെ അച്ഛനെന്നു വിളിക്കുക. അടുത്തത് അപ്പം തിന്നാൽ പോരെ കുഴി എണ്ണണോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടു വരാറുള്ള ഒരു പഴഞ്ചൊല്ലാണ് അപ്പം തിന്നാൽ പോരെ കുഴി എണ്ണണോ. ആവശ്യമില്ലാത്തത് അറിയുവാനുള്ള ആകാംക്ഷ പ്രകടിപ്പിക്കുക. അടുത്തത് അടി തെറ്റിയാൽ ആനയും വീഴും. ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചില്ലെങ്കിൽ ഏതു വലിയവനും ആപത്തിൽ പെടും. അടി തെറ്റിയാൽ ആനയും വീഴും എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചില്ലെങ്കിൽ ഏതു വലിയവനും ആപത്തിൽ പെടും. അടുത്തത് അടി കൊള്ളാൻ ചെണ്ട പണം വാങ്ങാൻ മാരാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഷ്ടപ്പെടുന്നവൻ ഒരാൾ, പണം വാങ്ങുന്നത് മറ്റൊരാൾ. അടി കൊള്ളാൻ ചെണ്ട പണം വാങ്ങിക്കുവാൻ മാരാർ. അടുത്തത് അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കാം. ഉപദേശം അനുസരിക്കുന്നില്ലെങ്കിൽ പോകുന്ന പോലെ തന്നെ വിടുക എന്നർത്ഥം. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കാം. അടുത്തത് നോക്കാം. അച്ചിക്കു കൊഞ്ചുപക്ഷം നായർക്കു ഇഞ്ചിപക്ഷം. പരസ്പരം ചേർച്ചയില്ലായ്മയാണ് അച്ചിക്കു കൊഞ്ചുപക്ഷം നായർക്കു ഇഞ്ചിപക്ഷം എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് അംഗവും കാണാം താളിയും ഒടിക്കാം. ഒരു വെടിക്ക് രണ്ടു പക്ഷി. ഒരേ പ്രവൃത്തി കൊണ്ട് രണ്ടു കാര്യങ്ങൾ സാധിക്കുന്നതിനെയാണ് അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് അടിമേലടിച്ചാൽ അമ്മിയും പറക്കും. തുടർച്ചയായ ഉപദ്രവം ആരെയും വിഷമിപ്പിക്കും. തുടർച്ചയായി ആരെ നമ്മൾ ഉപദ്രവിച്ചാലും അവരെ നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കും. അടുത്തത് അണ്ണാൻ കുഞ്ഞും തന്നാലായത്. നിസാരനും തന്നാലാവുന്നതിനെയാണ് അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറയുന്നത്. അടുത്തത് ആടിയ കാലും പാടിയ വായും ശീലിച്ചതേ പാലിക്കൂ. ആടിയ കാലും പാടിയ വായും. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ആരെയും ആശിപ്പിക്കരുത് എന്നർത്ഥം. ആരെയും അധികമായിട്ട് ഒരു വാക്കുകൊണ്ട് പോലും ആരെയും ആശിപ്പിക്കരുത്. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. അടുത്തത് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം. ഇഷ്ടമില്ലാത്ത ഒരാൾ ചെയ്യുന്ന ഏതൊരു സൽപ്രവൃത്തിയും നമുക്ക് ദുഷ്പ്രവൃത്തിയായിട്ട് തന്നെ തോന്നുള്ളൂ. അതുകൊണ്ടാണ് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ഇല മുള്ളിൽ വീണാലും മുള്ള് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട്. ചിലപ്പോഴൊക്കെ കേട്ടു വരാറുള്ള ഒരു പഴഞ്ചൊല്ലാണ്. ബലവാനുമായുള്ള ഏറ്റുമുട്ടലിൽ ബലഹീനന് നാശം സംഭവിക്കും. കരുത്തുള്ളവനുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ കരുത്തില്ലാത്തവനാണ് നാശം സംഭവിക്കുന്നത്. അടുത്തത് നോക്കാം. ഉണ്ട ചോറിൽ മണ്ണിടുക. ഉപകാരം ചെയ്തവനെ ദ്രോഹിക്കുക എന്നർത്ഥം. ഉണ്ട ചോറിൽ മണ്ണിടുക, ഉപകാരം ചെയ്തവനെ ഉപദ്രവം ചെയ്യുക. ഒരാൾ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ അയാൾ ഉപദ്രവം കൊടുക്കുന്നതിനെയാണ് ഉണ്ട ചോറിൽ മണ്ണിടുക എന്ന പഴഞ്ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നിത്യാഭ്യാസി ആനയെ എടുക്കും. നിരന്തരമായ പരിശീലനം കൊണ്ട് അത്ഭുതകരമായ പല പ്രവൃത്തികളും ചെയ്യാൻ സാധിക്കും എന്നർത്ഥം. നിത്യാഭ്യാസി ആനയെ എടുക്കും. ഇത് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി വെക്കുക. നിത്യാഭ്യാസി ആനയെ എടുക്കും. നിങ്ങളുടെ നിരന്തരമായ പരിശ്രമമാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ലക്ഷ്യം എന്ന് മനസ്സിലാക്കി വെക്കുക. ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാർഗമാണ് നമുക്ക് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ്. ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പേഴ്സ് ആവുക.
നമുക്ക് 6 മാസത്തേക്ക് വെറും 890 രൂപ മാത്രമാണ് വരുന്നത്. നിങ്ങൾ ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും ആ പരീക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാ സബ്ജക്റ്റും അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് പഠിക്കുവാനുള്ള ഒരു സ്റ്റഡി പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് അന്നന്ന് പഠിക്കേണ്ടുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നു. അതിന്റെ കൂടെ തന്നെ ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള മോക്ക് ടെസ്റ്റ് സംഘടിപ്പിക്കുന്നു. കൂടാതെ വീക്ക്ലി റിവിഷൻ കൂടി സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ പ്രീമിയം മെമ്പേഴ്സ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് പെഡഗോജിയുടെ LP-UP പരീക്ഷകൾക്ക് വേണ്ടിയുള്ള 50 ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഏപ്രിൽ 24-ാം തീയതി മുതൽ ജനറൽ ഇംഗ്ലീഷ് പെഡഗോജിയുടെ ക്ലാസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ LDC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഇംഗ്ലീഷ് കോഴ്സ് ഏപ്രിൽ 29-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ലൈവ് ആൻഡ് ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ്. ജാഫർ സാദിഖ് സാറാണ് ക്ലാസ് എല്ലാം എടുക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്തതിനായി ഇപ്പോൾ തന്നെ 8921331609 എന്ന നമ്പറിലോട്ട് ജീഷ്മ ഡിസ്കൗണ്ട് 5 എന്ന് വാട്സ്ആപ്പ് ചെയ്യുക. എല്ലാവരും പ്രീമിയം മെമ്പേഴ്സ് ആവുക. നന്നായിട്ട് തന്നെ പഠിച്ചു മുന്നോട്ട് പോവുക. അടുത്തത് നോക്കാം. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും, തെറ്റായ പ്രവൃത്തികൾ ചെയ്തവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. തെറ്റായ പ്രവൃത്തികൾ ആര് ചെയ്താലും അതിന്റെ ഫലം അവരവർ അനുഭവിക്കുക തന്നെ ചെയ്യും. അടുത്തത് എന്റെ മുല്ലയും പൂക്കും എനിക്കും നല്ല കാലം വരും എന്നർത്ഥം. എന്റെ മുല്ലയും പൂക്കും എനിക്കും നല്ല കാലം വരും. അടുത്തത് ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ ഊരെല്ലാം തിരയുക. ഒരു വസ്തു നമ്മുടെ കൈവശമുണ്ട് എന്ന് തിരിച്ചറിയാതെ അതിനെ അന്വേഷിച്ചു നടക്കുക. ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ ഊരെല്ലാം തിരയുക. ഒന്നേ ഉണ്ടെങ്കിലും ഉലക്ക കൊണ്ടടിക്കണം. ഒന്നേ ഉള്ളൂ എന്ന് കരുതി കൂടുതൽ ലാളിക്കരുത് എന്നർത്ഥം. ഒന്നേ ഉള്ളൂ എങ്കിലും ഉലക്ക കൊണ്ടടിക്കണം. അടുത്തത് കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണം. കാര്യം സാധിക്കാൻ ചിലരെ അധികം സ്വാധീനിക്കേണ്ടി വരും. കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണം. അടുത്തത് കാള പെറ്റെന്ന് കേട്ട് കയറെടുക്കരുത്. കാര്യം അറിയാതെ പ്രവർത്തിക്കരുത് എന്നർത്ഥം. ഒരു കാര്യം നല്ലതുപോലെ മനസ്സിലാക്കാതെ പെട്ടെന്ന് അത് പ്രവർത്തിക്കാൻ പോവരുത് എന്നർത്ഥമാക്കുന്നു. അടുത്തത് നോക്കാം. താണനിലത്തെ നീരോടൂ. അഹങ്കാരമില്ലെങ്കിലേ അഭിവൃദ്ധി ഉണ്ടാവൂ. താണനിലത്തെ നീരോടൂ. അടുത്തത് മുളയിലറിയാം വിള. തുടക്കം കണ്ടാൽ അതിന്റെ ഫലവും മനസ്സിലാക്കാൻ കഴിയും. ചെറുപ്പത്തിലെ അതിന്റെ ഫലം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുളയിലറിയാം വിള. അടുത്തത് നോക്കാം. പല തുള്ളി പെരുവെള്ളം. കുറച്ച് കുറച്ച് ചേർന്നാൽ ഒടുവിൽ വലുതായി മാറും. കുറച്ച് വെള്ളം ചേരുമ്പോഴാണ് അത് കുറെ വെള്ളമായി മാറുന്നത്. കുറച്ച് പ്രശ്നങ്ങൾ ചേരുമ്പോൾ വലിയ പ്രശ്നമായി മാറും. അടുത്തത് മഴ നിന്നാലും മരം പെയ്യും. കാര്യം കഴിഞ്ഞാലും അതിന്റെ പ്രത്യാഘാതങ്ങൾ അവസാനിക്കില്ല. മഴ പെയ്തു കഴിഞ്ഞാലും അതിലുള്ള വെള്ളം വീണുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് ഒരു പ്രശ്നം കഴിഞ്ഞാലും അതിന്റെ പ്രത്യാഘാതങ്ങൾ അവസാനിക്കാറേ ഇല്ല. അടുത്ത നോക്കാം. സമ്പത്തു കാലത്ത് തൈപ്പത്തു വെച്ചാൽ ആപത്തു കാലത്ത് കാപ്പത്തു തിന്നാം. ഉള്ളപ്പോൾ കരുതി വെച്ചാൽ ഇല്ലാത്തപ്പോൾ ഉപകരിക്കും. ഉള്ളപ്പോൾ കരുതി വെക്കുകയാണെങ്കിൽ ഇല്ലാത്തപ്പോൾ നമുക്ക് ഉപകാരമായി തീരും. സമ്പത്തു കാലത്ത് തൈപ്പത്തു വെച്ചാൽ ആപത്തു കാലത്ത് കാപ്പത്തു തിന്നാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നല്ലതുപോലെ തന്നെ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം നേരുന്നു. താങ്ക്